അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും. ഈ നെൽസൺ മണ്ടേല നമുക്കൊക്കെ അറിയാമല്ലോ. നെൽസൺ മണ്ടേല പറഞ്ഞൊരു വാക്ക് നമ്മുടെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിക്കാറുണ്ട്. വെൻ യു ഹാവ് മണി പീപ്പിൾ സേ ഹൗ ആർ യു. വെൻ യു ഹാവ് ഡോണ്ട് മണി പീപ്പിൾ സേ ഹു ആർ യു. അല്ലേ? മണിയുള്ള ആളാണെങ്കിൽ, പണമുള്ള ആളാണെങ്കിൽ നമ്മൾ ജനങ്ങൾ പറയും ഹൗ ആർ യു, എന്താ സുഖല്ലേ, വിശേഷം സുഖല്ലേ എന്നൊക്കെ അന്വേഷിക്കും. മണിയില്ലാത്ത, പൈസ ഇല്ലാത്ത ആളാണെങ്കിൽ പീപ്പിൾ പറയും, ജനങ്ങൾ പറയും യു, നീ ആരാണ്. സത്യത്തിൽ ഇവിടെ പോയിന്റുകളുണ്ടെങ്കിലും നമ്മുടെ പെരുമാറ്റവും ശീലവും നന്നാക്കിയെടുക്കുക, സമാധാനമുള്ള ജീവിതം ഉണ്ടാക്കുക, ജനങ്ങളോടൊക്കെ നല്ല നിലയിൽ പെരുമാറുക, നല്ല ഒരു മാന്യനായ ജീവിതം കൊണ്ടാടുക, എല്ലാവർക്കും നല്ല സ്നേഹം കൊടുക്കുക, പുഞ്ചിരി കൊടുക്കുക. ഇവിടെ നമ്മൾ പണത്തിനൊരു പ്രസക്തിയുമില്ല. പണത്തിൻ്റെ പിന്നാലെ ഓടുക എന്നത് മാറ്റിയിട്ട് പണം നമ്മുടെ പിന്നാലെ വരണം. പണം എന്നത് ആവശ്യമാണ്, നിലനിൽപ്പിന് ആവശ്യമാണ്. അള്ളാഹു ആവശ്യമുള്ളതൊക്കെ നൽകട്ടെ. പക്ഷേ പണത്തിന് വേണ്ടി നമ്മുടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, അതിനു വേണ്ടി കഷ്ടപ്പെടുക, അതിനുവേണ്ടി എല്ലാം ത്യജിക്കുക, ജനങ്ങളുടെ വെറുപ്പ് ക്ഷണിക്കുക, ജനങ്ങളെ വഞ്ചിക്കുക, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കച്ചവടക്കാരൊക്കെ ചെയ്യണത് പണം കിട്ടാൻ വേണ്ടി കച്ചക്കളവ് പറഞ്ഞിട്ട് കച്ചവടം നടത്തും. ഡേറ്റ് മാറ്റിയിട്ട് പുതിയ ഡേറ്റ് ഇട്ടിട്ട് സാധനങ്ങൾ വിൽക്കും. ജനങ്ങൾ നശിച്ചാലും വല്ല, പല കമ്പനിയിൽ നിന്ന് അങ്ങനെയാണ്. ജനങ്ങൾ നശിച്ചാലും വേണ്ടില്ല, എനിക്കും കിട്ടണം പണം. അവസാനം അവർക്കൊന്നും ലാസ്റ്റ് സമാധാനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. സമാധാനമില്ലാതെ എന്ത് പണം. അപ്പം നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത് പണം ഉണ്ടായാൽ എല്ലാം നേടാമെന്നാണ്. പണമില്ലെങ്കിലും ജീവിക്കാം. പണം കുറേ വേണമെന്നൊന്നുമില്ല, ജീവിക്കാൻ ആവശ്യമുള്ളത് പണം വേണം. ചെലവഴിക്കും പോലെ ചെലവഴിച്ച് പോവുകയാണെങ്കിൽ പണത്തിനൊരു പ്രശ്നമില്ല. അനാവശ്യമായ ചെലവഴിക്കലാകുമ്പോൾ അല്ലാഹു തആല പല പരീക്ഷണങ്ങളും നൽകും. പണമില്ലാതെ പരീക്ഷിക്കും. പിന്നെ കടത്തിൻ്റെ കൂടുമായിട്ട് അവൻ പിന്നെ ആകെ ബേജാറാവും. നല്ല നിലയിലുള്ളൊരു ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.